ഗായ്സ്, അങ്ങനെ വീണ്ടും അടുത്തൊരു ട്രിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ വലപ്പാട് ബീച്ചിനോട് ചേർന്ന് വരുന്ന പരിസരത്താണ് നടക്കുന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളിയന്, ഭാര്യ, ഞങ്ങളുടെ 2 പിള്ളേരുണ്ട്. ഇപ്രാവശ്യം മറ്റേതൊരു കുട്ടി മാത്രമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്രാവശ്യം 2 കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതാ കടൽ കണ്ട് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഓടിയിട്ട് കിതച്ചു അല്ലേ? കിതച്ചില്ലേ? അതെ, 2 പേരും ഇവിടെ മത്സരമായിരുന്നു. മത്സരം എന്നൊക്കെ പറയാം, കാരണം അതൊരു കാരണത്തിലാണല്ലോ ഓടണത്. അപ്പോൾ അങ്ങനെ ഓടി കിതച്ച് ബീച്ചിലൂടെ ഇതാ സൺസെറ്റും കണ്ട് ഇങ്ങനെ പോവുകയാണ്. സണ്ണൊന്നും ഈ അടുത്തൊന്നും സെറ്റാവുമെന്ന് തോന്നുന്നില്ല. സമയമുണ്ട് കുറച്ചുകൂടി. ദ ടൈം ഈസ് 5:42. ഒരു 6:30 ഒക്കെ ആയിരിക്കും തോന്നുന്നു സൺസെറ്റ് ടൈം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഇവിടെ വരാറ്. അപ്പം അങ്ങനെ യാത്ര തുടരുന്നു. ഓട്ടം കൊണ്ടുള്ള യാത്ര. വാവ്, Austin! Yay! Ha ha ha! Ready to run? Ready? Oh ho ho! Idendu. Woo! Amy! Yay! Hello! കാലൊക്കെ നനഞ്ഞോ? കൊച്ചെല്ലാം നനച്ചു. അതെ. എൻ്റെ അമ്മേ, എന്താ വെള്ളം കയറിയല്ലോ. നീ പൊക്കിയത് നന്നായി. കയറിണ്ട് വെള്ളം. കുറച്ചുകൂടി കയറി. നമ്മുടെ ചെരുപ്പ് പോവോ? ഇല്ല. കളി നല്ല രസമുണ്ട് കാണാൻ. യുവമിഥുനങ്ങളായിരിക്കുമ്പോ ഇങ്ങനെയായിരിക്കുന്ന തോന്നുന്നത് അല്ലേ? ഇങ്ങനെയാവൂലേ യുവമിഥുനങ്ങള്? എനിക്കിത് ഓർമ്മയില്ല, വർഷം 8 ആയി.
കളി കടപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മകൾ എമിയും ഓസ്റ്റിനും. അപ്പം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കിനി പോകാം. എമി എന്ത് മനോഹരമായിട്ട് എവിടെ? ഓ രണ്ടാണത്. ഞണ്ടത് അതിന് തിന്നാൻ വേണ്ടിട്ടാവുക ഷെല്ലിന്റെ ഉള്ളിലത്തെ. ഈ കാറ്റാടി മരങ്ങൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവയാണല്ലോ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി തീരപ്രദേശങ്ങൾക്കൊരു ഭംഗി കൊടുക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ. കാറ്റിനെ തടയുവാനോ കാറ്റുണ്ടാക്കുവാനോ ആണോ എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും കാറ്റിന് തടയുവാനായിരിക്കും കാറ്റാടി മരം എന്ന് വിളിക്കുന്നത്. കാറ്റുണ്ടാക്കുവാനാണെങ്കിൽ ഇതെല്ലാം വിൻഡ് ടർബൈൻ വരുന്നിടത്ത് വെച്ചാൽ പോരെ, കാറ്റ് കിട്ടുകയും ചെയ്യുമല്ലോ. പക്ഷെ അവരാരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പിന്നെ മണ്ണൊലിപ്പിന് തടയാനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കാറ്റടി മരങ്ങളുടെ ഒരു ശൈലി. പക്ഷെ കടപ്പുറത്തിനെ കൂടുതൽ ഭംഗിയുമാണ്. സൗന്ദര്യം മൂടി പിടിപ്പിക്കുന്നതിൽ ഇതിനൊരു വലിയ പങ്കുണ്ട് എന്ന് തന്നെ പറയാം. ജഗന്നാഥൻ മറ്റൊരു ബോട്ട്. എന്തായി? സ്കൂൾ അതായിട്ട് കേട്ടോ. സൂര്യാസ്തമയം ഇപ്പോൾ 6:07 അല്ലേ? അല്ലേ സമയം? ഒരു 6:15 തോന്നുന്നു. സാധ്യതയുണ്ട്. വാവ്, രണ്ട് പേര് ഇതാ അതിൻ്റെ ഇടയിൽ. നല്ല ഭംഗിയുണ്ട് അവരെ ഇതിൽ കാണാൻ. അങ്ങനെ ഫോട്ടോ എടുത്ത് പൊരിക്കുന്ന എൻ്റെ ഭാര്യ, പിന്നിതാ മകൻ ഓസ്റ്റിൻ കുഴിച്ച് വെള്ളം കണ്ടെത്തി. ഇനിയുണ്ടോ ഓസ്റ്റിൻ? അപ്പൊ നീ ഇപ്പൊ മറ്റേ എക്സ്കവേറ്റർ ആയിട്ട് ഇരിക്കുക അല്ലേ? എക്സ്കവേറ്റർ. വാവ്, അങ്ങനെ മണ്ണിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന എമി. ഇങ്ങോട്ട് നോക്കിയേ, അപ്പാടെ ഫോണിലേക്ക് ഇങ്ങോട്ട് നോക്കിടേ. സ്മൈൽ അടിച്ചേ. ഷീസ് ബിസി. സൂര്യൻ്റെ അസ്തമയം ഏതാണ്ട് സംഭവിക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നേരമില്ല. അങ്ങനെ പടിഞ്ഞാറൻ ദിക്കുകളിലേക്കായി അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അത്രയും കടലിൽ ചിലവഴിച്ച്, ഈ വൈകുന്നേരത്തെ സമയങ്ങളിൽ കടലിലൊക്കെ നമ്മൾ ചിലവഴിക്കുകയെന്ന് വെച്ചാൽ വളരെ ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആവാറായി. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു പള്ളിപ്പെരുന്നാളാണ്. അവിടുത്തെ വീഡിയോസ് നോക്കട്ടെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ നിന്നുള്ള വീഡിയോസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇന്ന് തൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ശരി, ബൈ.